യെസ്, നമസ്കാരം ടീച്ചറെ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. യെസ്, നമ്മളുടെ ഇസ്ലാമിക പണ്ഡിതയോട് ചോദിക്കാം എന്ന നമ്മളുടെ പരിപാടി, അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മളിവിടെ കൊണ്ടാടുന്നത്. അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മളുടെ പ്രിയപ്പെട്ട ടീച്ചർ ജാമിദ ടീച്ചർക്ക് സ്വാഗതം. ഞാനിതിൻ്റെ കുറിപ്പിലെഴുതിയ കാര്യം തന്നെയാണ് എനിക്ക് ഒന്നുകൂടി ആവർത്തിക്കാനുള്ളത്. കേരളത്തിൽ നിലവിലുള്ള ഒരു സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക പണ്ഡിത എന്ന് എടുത്തു പറയാൻ ആരെയും നമുക്ക് കിട്ടാറില്ല. ചില ആളുകൾ പ്രത്യക്ഷപ്പെടാറൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മളുടെ ചില റൈഹാനത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ചില ആളുകളൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാവും. എന്നാലും അവർ വായ തുറന്നാൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എല്ലാ പണ്ഡിതന്മാരും എന്തൊക്കെയാണോ പറയുന്നത് അതിൻ്റെ ഒരു ഫീമെയിൽ വേർഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയാറുള്ളൂ. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തം ആയിക്കൊണ്ട് ടീച്ചർ വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ ഇടപെടുകയും മതത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഉറച്ച ശബ്ദത്തോടു കൂടി അത് ഉറക്കെ പറയാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മളൊക്കെ വീണു പോയിട്ടുള്ളതും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹദീസ് ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ടീച്ചർ പണ്ട് നടത്തിയിട്ടുള്ള കാര്യം, സ്ത്രീയുടെ ശവപറമ്പാണ് ഇസ്ലാം എന്നുള്ള രീതിയിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണമൊക്കെ പണ്ട് ഞാൻ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇവിടെ വീണ്ടും നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പല ഇസ്ലാമിക പണ്ഡിതന്മാർക്കും മറുപടി കൊടുക്കാൻ നമ്മൾ തന്നെ വീണ്ടും വരേണ്ട അവസ്ഥ, അതിൽ ടീച്ചർ തന്നെയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത്. അത് നമ്മളെ ഖദീജ ബീവി എന്ന് പറയുന്ന ഇസ്ലാമിലെ പ്രധാനപ്പെട്ട വ്യക്തിയായ മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ. അത് സാന്ദർഭികമായിട്ട് എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്നൊന്ന് ചുരുക്കി പറയാം. ഞാൻ ചില വീഡിയോകളിൽ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്, അതായത് ഇസ്ലാം സ്ത്രീകളെ വളരെ വലിയ തോതിൽ എംപവർ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ലൈവ് ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് മുഹമ്മദ് നബിയെ ഊക്കാൻ വേണ്ടിയിട്ടൊരു ഒരു വിശ്വാസി വരികയും 10 ഗുണങ്ങൾ ചോദിച്ചപ്പോൾ 10 ഗുണങ്ങൾ പറഞ്ഞിട്ട് പോകുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ വിമർശിച്ച കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു, അതായത് മുഹമ്മദ് നബി വന്നിട്ട് ചെയ്ത ചില പ്രവൃത്തികളുടെ ഭാഗമായിട്ട് അത്യാവശ്യത്തിന് ഒരു നിലയും വിലയൊക്കെയുള്ള ഒരു ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയെ പിടിച്ച് പച്ചയായിട്ട് പറഞ്ഞാൽ വേശ്യയാക്കുന്ന പരിപാടിയാണ് മുഹമ്മദ് നബി ചെയ്തു വെച്ചത്. അതിലേറ്റവും ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ഖദീജ ബീവി തന്നെയാണ്. കാരണം മുഹമ്മദ് നബി പഠിപ്പിക്കുന്നത്, ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്, സ്വന്തം വിവാഹം അത് ഏതെങ്കിലും ഒരു സ്ത്രീ അത് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരിക, അത് ആലോചിക്കുക, അതുപോലെ വേറെ ഒരാളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരിക എന്ന് പറയുന്ന കാര്യം ചെയ്താൽ അവൾ അഡൾട്രസ് ആണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഹദീസിൽ കാണുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യ ഖദീജ ബീവി, മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ, ഒരു അഡൾട്രസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു നുണയാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ ആനമയിൽ ഒട്ടകം അവർ മുന്നോട്ട് വരികയും അവർ വലിയ വീഡിയോ ഒക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മളിത് സ്ഥിരം പറഞ്ഞ് ഇതിൻ്റെ തെളിവുകളൊക്കെ കാണിച്ചു തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അവർ ചില വാദങ്ങളൊക്കെ വെച്ചതിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഖദീജ എത്രത്തോളമാണ് ഈ ഇസ്ലാമിൽ നിറഞ്ഞു നിൽക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടക്കമിട്ടുകൊണ്ട് പറയാൻ വേണ്ടി ഞാൻ ടീച്ചറെ ഒന്ന് ക്ഷണിക്കുകയാണ്. തുടങ്ങിക്കോളൂ. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി ആരിഫിന്റെ ചാനലിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെ സ്വാഗതം, വളരെ സന്തോഷം. ലൈവ് പോകുന്നുണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, ഒരിക്കൽ കൂടി നമ്മൾ ഒരുമിച്ച് നമ്മൾ ജോയിന്റ് ആയിട്ട് ഒരിക്കൽ കൂടിയാണല്ലോ, മൂന്നാമത്തെ തവണ അല്ലേ? മൂന്നാമത്തെ തവണ. ഓക്കെ, വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഖദീജ വിവാഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം, പല ആളുകളും പറയും, ഇവിടെ എന്റെ ഹസ്ബൻഡ് നല്ലൊരു വിശ്വാസിയാ, അദ്ദേഹം പറയുന്നത് 10 മിനിറ്റ് ആരിഫിനോട് എനിക്ക് സംസാരിക്കാൻ കിട്ടിയാല് ആരിഫിനെ കൊണ്ട് ഞാൻ ഷഹാദത്ത് ചൊല്ലിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോ എന്റെ ചെറിയ മോനുണ്ട്, ഭയങ്കര ട്രോളിന്റെ ഉസ്താദാണ്, അഗടിക്കാൻ മിടുക്കനാണ്. അപ്പൊ അവൻ പറഞ്ഞു, എന്തിനാണ് ആരിഫ് അങ്കിളിന്റെ അടുത്തേക്കൊക്കെ പോണത് പപ്പ? ഇവിടെ ഉള്ളേ ഉമ്മച്ചി, ഉമ്മച്ചി ഇവിടെ ഇല്ലേ? 10 മിനിറ്റ് എന്തിനാ പപ്പ? 10 ദിവസം എടുത്തു. പെട്ടെന്ന് ഇങ്ങനെ ട്രോളി കുട്ടിക്ക് ഇങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണല്ലോ, വളരെ പെട്ടെന്ന് വരും. അപ്പൊ എന്നോട് ഒരു ദിവസം ചോദിച്ചു, എനിക്ക് ഫോൺ ചെയ്യാൻ അവസരമുണ്ടോ? പിന്നെ എന്തൊക്കെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കണോ? അതല്ല കോളിംഗ് പ്രോഗ്രാമിൽ വിളിക്കണോ? എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അതല്ല ഖുർആൻ അറബിയാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? അല്ല, അവിടെ വിളിച്ച് നിങ്ങൾ അങ്ങനെ സംസാരിക്കും, ഞങ്ങൾ തമ്മിൽ അങ്ങനെ കോർക്കാറില്ല. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കും. അതുപോലെ ഈ ഖദീജയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആയിഷയുടെ വിവാഹം ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പൊളിച്ചടുക്കിയിട്ടുണ്ട്. മറുപടിയുമായിട്ടൊന്നും ആരും വന്നിട്ടില്ലല്ലോ അല്ലെ? നമ്മൾ ഒരുപാട് റെഫറൻസുകൾ ഇട്ടിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതുപോലെ നമ്മൾ റെഫറൻസുകൾ തന്നെയാണ് പ്രധാനം. നമ്മുടെ എതിരെ തിരിയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. ഇപ്പം 6-ാം നൂറ്റാണ്ടില് വളരെ സമ്പന്നയായ, കുലീനയായ, തറവാടിത്തമുള്ള, ആർജവമുള്ള നല്ല ഒരു പവർഫുൾ ലേഡി ആയിരുന്നു അവര്. ഇവരെ നോക്കിയിട്ടാണ് പ്രവാചകൻ
വിവാഹം കഴിക്കാനുള്ള 4 മാനദണ്ഡങ്ങൾ പോലും പഠിപ്പിച്ചത്. അതിലൊന്ന് സമ്പത്താണ്, 2 സൗന്ദര്യമാണ്, 3 തറവാടിത്തമാണ്, 4 ദീനാണ്. ഇത് 4ഉം പറഞ്ഞിട്ട് ആദ്യം സമ്പത്ത്, രണ്ടാമത് സൗന്ദര്യം, 3 തറവാടിത്തം, 4 ദീന്, എന്നിട്ട് അവസാനം പറയാണ് ദീനുള്ളവളെ നീ സ്വന്തമാക്കിക്കോളാൻ. അപ്പൊ സ്ത്രീധനം വാങ്ങാനും സൗന്ദര്യം നോക്കാനും ഇതൊക്കെ പ്രവാചകനിലൂടെ വന്നതാ. നബി നോക്കിയപ്പോ നബി ഇനിയും കല്യാണം കഴിക്കുമോ ഇല്ലെന്നുള്ള കാര്യം അറിയില്ലല്ലോ, ഇതുകൊണ്ട് അവസാനിക്കുമെന്നാണ് കക്ഷി വിചാരിച്ചിരുന്നത്. അതുകൊണ്ടൊന്ന് വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഖദീജ വിവാഹത്തെ നബി എടുത്ത് വിവാഹത്തിനുള്ള മാനദണ്ഡമാക്കി മാറ്റിയതാ. അപ്പൊ ഖദീജ വിവാഹം പലപ്പോഴും നമ്മുടെ എം അക്ബറൊക്കെ പറയാറുണ്ട്, എന്ത് ത്യാഗമാണ് പ്രവാചകൻ ചെയ്തത്. ആ കാലഘട്ടത്തിൽ പ്രവാചകന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പെണ്ണുങ്ങളെയും കൊണ്ട് ലേലത്തിന് ഇറങ്ങുന്നത് പോലെ വാപ്പമാര് ഇറങ്ങുമായിരുന്നാ. മമ്മതെ ഒന്ന് കെട്ടുവോ, മമ്മതെ പ്ലീസ് ഒന്ന് കെട്ടുവോടാ, ഒന്ന് കെട്ടുവോടാ എന്ന് ചോദിച്ചിട്ട് അപ്പോഴും മമ്മത് പറയും, പ്ലീസ് എനിക്ക് കുഫൈത്ത് തന്നിട്ടില്ല, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. കാരണം കുഫൈത്ത് അറിയാമോ ആരിഫിന്? എന്താണ് കുഫൈത്ത്? പ്രവാചകൻ ഒരിക്കല് ഒരിടത്ത് മാറിപ്പോയിരുന്നു, ഭയങ്കര വിഷാദം, ആളിന് ഭയങ്കര സങ്കടം. അപ്പോ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു. ജിബ്രീൽ എന്ന് ചോദിച്ചു, എന്ത് പറ്റി മമ്മദ് അണ്ണ, ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുന്നല്ലോ. അപ്പൊ അണ്ണൻ പറഞ്ഞു, ഡേ എനിക്ക് പഴയതുപോലൊന്നും അത്ര സ്റ്റാമിന ഒന്നും പോരാ, അന്ന് നമ്മുടെ മുസ്ലിം പവർ എക്സ്ട്രാ ഇല്ലല്ലോ, ഹിന്ദു പവർ എക്സ്ട്രാ ഒന്നും അങ്ങനൊന്നും ഇല്ലല്ലോ, അപ്പം ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ലടേ പഴയതുപോലൊന്നും, എന്ത് ചെയ്യാ, എനിക്ക് വല്ലാത്ത വിഷമമാണ് എന്ന് പറഞ്ഞു. അപ്പം ജിബ്രീൽ പറഞ്ഞു, നിക്കടേ, അതിന് പരിഹാരം ഉണ്ടാക്കി തരാനല്ലേ ഞാൻ ഇരിക്കുന്നത്. പടച്ചോൻ ചിലപ്പോ നോക്കിക്കാണും, പടച്ചോൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ആളാണല്ലോ. അപ്പൊ പടച്ചോന് ചിലപ്പം ബോധ്യപ്പെട്ടിട്ടായിരിക്കും ജിബ്രീലിനെ പറഞ്ഞു വിട്ടത്, അറിയില്ല. അങ്ങനെ ജിബ്രീലിൽ നിന്നൊന്ന് കറങ്ങി, എന്നിട്ട് പെട്ടെന്ന് മാംസം അടങ്ങിയ ഒരു ഭക്ഷണം എടുത്തിട്ട് നബിയുടെ കൈ കൊടുത്തു. നബി ഇത് കഴിച്ചതും നബി അന്നേരം തന്നെ ജിബ്രീലിനോട് പറയാണ്, എനിക്ക് 40 പുരുഷന്റെ ശക്തി ഉള്ളത്. മറ്റേ 30 പുരുഷന്റെ ശക്തി അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ, ഇത് നബി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ നേരിട്ട്. മറ്റേത് അനസ് ആവുമ്പോ ഒന്നുകിൽ അനസ് അനുഭവിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അനസ് ഒളിഞ്ഞു നിന്ന് നോക്കിയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ അനസിനോട് നബി അനുഭവിച്ച ആരെങ്കിലുമോ പറഞ്ഞിട്ടുണ്ടാകണം. ഇതൊക്കെയാണല്ലോ മാനദണ്ഡം നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ. ഇത് നബി തന്നെ പറഞ്ഞതാ, എനിക്ക് 40 പുരുഷന്റെ ശക്തിയുള്ള. ചിലപ്പോ 8 കാലം മൂഞ്ഞായിരിക്കും കേട്ടോ, ഞാനതാണ് മനസ്സിലാക്കുന്നത്, പോട്ടെ. അപ്പോ ഈ ഖദീജയുടെ വിവാഹത്തെ ഇവര് ത്യാഗം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പറയും. നമുക്ക് സപ്പോസ് നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും, വാപ്പയാരെന്ന് അറിയില്ല, ഒരു പയ്യൻ, ഈ പയ്യന്റെ ജോലി അങ്ങാടിയിൽ എല്ലാവരെയും സഹായിക്കലാണ്. ആ കുട്ടി എടുത്തോടെ വെക്കടാന്ന് പറയുമ്പോ അത് എടുത്തു വെക്കുക, ഈ ചാക്ക് എടുത്തോടെ വെക്കണം, ഇങ്ങോട്ട് പാടാന്ന് നമുക്ക് ഇങ്ങോട്ട് വിളി, അങ്ങോട്ട് പോടാന്ന് പറയുമ്പോ അങ്ങോട്ട് പോകും. അങ്ങനെ പറയുമ്പോ ഒരാള് തലയ്ക്ക് തട്ടുകയാണ്, മാറി നിന്നിട്ട് നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ, എനിക്കും വരുവാടാ ഒരു ദിവസം. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു റിയാക്ഷനും ഒരു പ്രതികാര ചിന്തയുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കക്ഷി ഇവനെയൊക്കെ, എന്നെ ഇന്ന് അടിക്കുന്നവനുണ്ടല്ലോ, എന്റെ തോളിൽ തട്ടുന്നവനും ചെവിക്ക് പിടിക്കുന്നവനെയും ഒക്കെ നാളെ എന്റെ ചൂണ്ടുവിരലിട്ട് കറക്കാൻ എനിക്കൊരു അവസരം വരും. നമ്മുടെ അലക്സാണ്ടർ ചവിട്ടി നിന്ന ഭാഗങ്ങളെല്ലാം സ്വന്തമാക്കിയതുപോലെ ശരി, എനിക്കൊരു അവസരം വരുമെന്ന് ഇങ്ങനെ മോഹിച്ചപ്പോഴാണ് കക്ഷി ഇങ്ങനെ, ഒന്നാമത്തെ കാര്യം കക്ഷിയെ കുന്നിൻ ചെരുവിലെ ഈത്തപ്പനെ ഇങ്ങനെയായിരുന്നു നബിയെ വിളിച്ചിരുന്നത്. ഹദീസുകളാണ് കേട്ടാ, ഇതെല്ലാം സ്വഹിയായ റിപ്പോർട്ടുകളാ. ആരെടുത്ത് ക്രോസ് ചെക്ക് ചെയ്താലും ഞാൻ അതിന്റെ റെഫറൻസ് ഇട്ട് വരും. എന്തായാലും ആനമയിൽ ഒട്ടകം എന്നെ പിടിക്കില്ല, 100% എനിക്ക് ഉറപ്പാ. കാരണം ഒന്നിലാണ് അവര് പിടിക്കുന്നതെങ്കിൽ 9 എണ്ണം ഞാൻ റെഫറൻസ് അടക്കം എടുത്തങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതൊന്ന് ടീച്ചർ പറയണേ, ഈ ആനമയിലൊട്ടകം ടീമിന്റെ മുതലാളിയും ടീച്ചറും ഒരേ കോളേജിലാണ് പഠിച്ചെന്നുള്ളത് ഞാൻ ഈ അടുത്ത് അറിയുന്നത്. ജാമിയ നദി വെറുതെ കോളേജ്. അതെ. അല്ല അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും നമ്മുടെ വാപ്പാടെ മക്കളാണെന്ന് വിചാരിക്കുക. ഒരു വാപ്പ ഇപ്പോ ആരിഫിന് ബിരിയാണി തന്നു, എനിക്ക് തന്നില്ല. എന്നിട്ട് വാപ്പ എന്നെ പിടിച്ച് പൊതിരി അടിക്കുക, എന്താ നീ തിന്നാത്തന്നെ, എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ ഒരു കോളേജിൽ പഠിച്ചത്, അവർക്ക് അല്ലാഹു സന്മാർഗം കൊടുത്തു, എനിക്ക് തന്നില്ല. രണ്ടുപേരും പഠിച്ചത് ഒന്ന് തന്നെ. ഞാനാണെങ്കിൽ പഠിക്കുന്ന കാലത്തെ സംവാദത്തിനൊക്കെ പോയിരുന്ന ആളാ, സമാജം, പ്രസംഗം, ഇതിനൊക്കെ പോയിരുന്ന ആളാ. അത് പോട്ടെ. അപ്പൊ ഇങ്ങനെ കക്ഷി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എനിക്കൊരു അവസരം വരും എന്ന് നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോ നബി ഇങ്ങനെ നോക്കി, ശരി, കുന്നിൻ ചെരുവിലെ ഈത്തപ്പനെ എന്നാണ് എന്നെ വിളിക്കുന്നത്. അതായത് നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ലാത്തവൻ, നട്ട് നനയ്ക്കാതെ വേണ്ടാതെ ഉണ്ടാക്കിയില്ലാക്കി വിളയെ കളഞ്ഞെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ശരി, നബിയെ തന്തയില്ലാത്തവൻ എന്നല്ല ഞാൻ പറഞ്ഞിട്ടോ, നബിക്ക് അബ്ദുള്ള ഉണ്ട്, പാപ്പയുണ്ട്, ഒരു തറവാടിയായ ഉമ്മയുണ്ട് ആമിന, രണ്ടുപേരും നരകത്തിലാണെന്നുള്ളതേ ഉള്ളൂ. നബി തന്നെ പറഞ്ഞതാണ്, എന്റെ മാതാപിതാക്കൾ നരകത്തിലാണ്. ഒരുത്തനിരുന്ന് കരയുന്ന കണ്ടപ്പോ നീ വിഷമിക്കണ്ടടാ, എന്റെ മാതാപിതാക്കൾ നരകത്തിൽ, നമുക്ക് കറണ്ട് പോകുമ്പോഴേ അപ്പുറത്ത് എത്തി നോക്കുമ്പോ സമാധാനം അവർക്കും ഇല്ലല്ലോ. അതുപോലെ നബി ഒരുത്തനെ സമാധാനിപ്പിച്ചതാണ്, ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ
അപ്പൊ തന്തയില്ലാത്തവനെ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. കാരണം അബ്ദുള്ള എന്ന് പറഞ്ഞ ഖുറൈശി ഗോത്രത്തിലേക്ക് നബിയെ ചേർത്ത് പറയുന്നുണ്ട്. അവരുമായിട്ട് കുലബന്ധം പോലും ഇല്ല, അവര് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചേർത്ത് പറയുമ്പം അബ്ദുള്ള മരിച്ച് 2.5 വർഷത്തിന് ശേഷമാണ് ആമിന പ്രവാചകനെ പ്രസവിക്കുന്നത്. പ്രവാചകന്റെ അത്ഭുത ജനനം എന്നും പറഞ്ഞ് ഒരു പാർട്ട് തന്നെയുണ്ട്. അപ്പോ ഇസ്ലാമിന്റെ ഒരു ചരിത്ര പുസ്തകമുണ്ട്, നൂറുൽ യഖീൻ എന്നാണ് പറയുന്നത്. എടവണ്ണയുള്ള അബ്ദുസലാം സുലമി എന്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് അസ്മാബി ടീച്ചർ, എന്നെ ഖുർആൻ ബൈഹാർട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചിരുന്ന അധ്യാപികയാണ്. അപ്പൊ അദ്ദേഹമാണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. അതിനകത്തുണ്ട് നബിയുടെ അത്ഭുത ജനനം, അതിനകത്ത് ഈ ഭാഗങ്ങളെല്ലാം പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോ നബി അത്രയും 2.5 വർഷം വരെ ആമിന ഗർഭം ധരിച്ചു എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ 2.5, അതിനകത്ത് 2.5 അതിനകത്ത് 2.5 സീറത്ത് ബിൻ ഹിഷാമിലാണ് 4. പിന്നെ ഇമാം മാലിക്കിന്റെ ഒരു അൽ ഉമ്മ എന്നൊരു പുസ്തകമുണ്ട്, അതിനകത്ത് കർമ്മശാസ്ത്ര ഗ്രന്ഥം, അതിനകത്ത് വേറെ 4 അധികം പറയും. ഗർഭം തന്നെ. അതെ അതെ, അല്ല അവർക്ക് ഗർഭം ധരിക്കേണ്ട ആഗ്രഹങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിലെ മുലകുടി ബന്ധം ഗർഭം എത്രയാണെന്ന് അറിയാമോ? 2 വയസ്സ് വരെ മുല കൊടുക്കാൻ പറയും. അത് പോട്ടെ, വേറൊരു വിഷയമാണത്, അത് കുറെ ഉണ്ട്. 6 മാസമാണ് ഖുർആനിലെ 6 മാസമാണ് ആകെ ഗർഭധാരണത്തിന്റെ സമയം ഖുർആനിൽ പ്രകാരം. 2 ഖുർആൻ വചനങ്ങളാണ് ഇതിൽ പറയുന്നത്. അത് വിട്ടിരിക്കട്ടെ, വലിയൊരു ടോപ്പിക്കാണത്. അങ്ങനെ ഈ കക്ഷിയെ ഇങ്ങനെ തന്തയില്ലാത്തവനെന്നൊക്കെ വിളിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ വാപ്പയില്ല, ഉമ്മയില്ല, സംരക്ഷിക്കാൻ ആരുമില്ല, തറവാടില്ല, കക്ഷി എവിടെയെങ്കിലും ഒക്കെ കിടന്നുറങ്ങും. അങ്ങനെയുള്ള ഒരാൾക്ക് എന്റെ മോളെ ഒന്ന് കെട്ടുകൂടെ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു ആ കാലത്ത്. അപ്പൊ നബി ഒന്നാമത്തെ കാര്യം ആരും അടുപ്പിക്കുമായിരുന്നില്ല. ഒന്നാമത് ഇത് തന്നെയാണ്, കാരണം അവിടെ പ്രത്യേകിച്ച് ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങളായിരുന്നു. ചെറിയ ചെറിയ കലഹം, അതായത് ഇയാളുടെ കന്നുകാലി അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്ക് കയറിയാല് ഇവര് തമ്മിൽ അടിയായി. പരസ്പരം വാക്കേറ്റമേ ഉണ്ടായിരുന്നുള്ളൂ. നബി വന്നിട്ട് ഇവരുടെ കയ്യിലേക്ക് ഇരുമ്പ് നമുക്ക് തന്നിട്ടുണ്ടേ, എന്തിനടെ വെറുതെ പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നേ, ഇരുമ്പ് പടച്ചോൻ തന്നത് പ്രയോജനപ്പെടുത്തടേ എന്ന് പറഞ്ഞിട്ട് ആയുധങ്ങളൊക്കെ വെച്ചിട്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച് തന്നെയുള്ള കക്ഷി ഒരു പോയിന്റും കൂടി ഇട്ട് കൊടുത്തു, ചൈനയിൽ ചെന്നിട്ടായാലും നിങ്ങൾ വിജ്ഞാനം സ്വീകരിക്കണമെന്ന്, ആയുധകലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കക്ഷി മക്കയിലെത്തുന്നു. ആ സമയത്ത് ഒരു 10-25 വയസ്സാണുള്ളത്. സമയത്ത് ഖദീജയെ കണ്ടു, കക്ഷിക്ക് മോഹം മുദിച്ചു. എവിടെ നിന്നൊക്കെയോ കടവും ഇടവും ഒക്കെ വാങ്ങിച്ച് കക്ഷി ആയിഷ എങ്ങനെയെങ്കിലും ഇവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കണ്ടേ. ഈ കാലഘട്ടത്തില് എനിക്കൊരു മോനുണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുക, +2 കഴിഞ്ഞിട്ട്. അവനാണെങ്കിൽ ഇവിടുന്ന് എന്നെ കൊണ്ട് കരഞ്ഞു വിളിച്ച് വണ്ടിക്കുള്ളിക്ക് പൈസയും വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പെൺകുട്ടികൾക്ക് ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കക്ഷി നടന്നു വരും. നീ എന്തിനാടാ ഇത്രയും ത്യാഗം സഹിക്കുന്ന? അല്ല, അവര് ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും, ത്യാഗം സഹിക്കുന്നതാണ്. അതുപോലെ പിന്നെ ഈ ഖദീജയ്ക്ക് മൈസറത്ത് എന്ന് പറഞ്ഞ വളരെ വിശ്വസ്തയായിട്ടുള്ള ഒരു സേവക ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ നബിയെ കുറിച്ച് പലപ്പോഴും കേട്ട് ഭയങ്കര വിശ്വസ്തനാണ്. ഈ വിശ്വസ്തനാണെന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് കേട്ടോ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. വിമൽ കുമാർ എന്ന് എന്നെ ഞാനാണ് വിളിക്കുന്നതെന്ന് ദിലീപ് പറയുന്നില്ല ഏതൊരു സിനിമയില്, അതുപോലെ വിശ്വസ്തനെന്ന് കക്ഷി തന്നെ വിളിക്കുന്നതാ. അങ്ങനെ പിന്നെ ഈ മൈസറത്ത് അറിയുന്നു. മൈസറത്ത് എന്ന് പറയുന്ന അടിമ സ്ത്രീ ചെന്ന് ഖദീജയോട് പറയുന്നു, അതെ ഇങ്ങനെ ഒരാള് വന്നിട്ടുണ്ട്, യുവാവാണ്. ഖദീജ ആണെങ്കിൽ 2 കല്യാണവും കഴിഞ്ഞു, മക്കളും ഒക്കെ ആയിട്ട് ഭർത്താവിനെ ഒക്കെ ഒഴിവാക്കി ഒരാൾ മരിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയമാണ്. എന്നാ പിന്നെ അയാളെ വിളിച്ചു, അപ്പൊ അയാൾക്കും ഒരു ജോലി വേണം. അങ്ങനെ വന്നു, ശരി, ജോലി കൊടുത്തു. കക്ഷി എവിടെയൊക്കെയോ സിറിയയിലേക്കാണെന്ന് പോയത്. പലയിടത്തും പോയി ബിസിനസ് ഒക്കെ ചെയ്ത് കച്ചവടം ഒക്കെ ചെയ്ത് കൂടുതൽ പൈസ കൊണ്ടുവന്നു. നിങ്ങൾ കടം വാങ്ങിച്ചതുപോലെ ആയിരിക്കും. കൂടുതൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നല്ല ലാഭമുണ്ട് കേട്ടോ, ഇംപ്രസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഐഡിയ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതുവരെ ഒരുപാട് ആളുകൾ ഇവരുടെ കൂടെ നിന്നിട്ട് പോലും ഇത്രയും ലാഭം കിട്ടിയിട്ടില്ല. അങ്ങനെ എന്നാ ശരി, പിന്നെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ. ഖദീജ ഇംപ്രസ്ഡ് ആയി. ശരി, എന്നാ കുഴപ്പമില്ല, വാപ്പയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അപ്പൊ അവരാരും സമ്മതിക്കുന്നില്ല. ഇയാളുടെ കുലമഹിമ, തറവാടിത്തം, പിന്നെ ഇതൊക്കെ അവർക്ക് പ്രശ്നമാണ്. കാരണം ഈ ഖദീജയുടെ വാപ്പ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഭയങ്കര പ്രമാണിയാണ്. അപ്പോ 6-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പണക്കാരിയായ ബിസിനസ്സുകാരിയായ ഒരു ഖദീജയെ കൂടി ഉണ്ടാക്കിയ നാടാണ് മക്ക. അതല്ലാതെ സ്ത്രീ വീട്ടിനകത്ത് അടങ്ങിയിരിക്കണമെന്നും പേറിയന്ത്രമാണെന്നും പഠിപ്പിച്ചിട്ടില്ല ആ കാലത്ത്. പിതാവ് ഹുവൈലിദ്, അയാൾ മരിച്ചപ്പോ അയാളുടെ സമ്പത്ത് മുഴുവനും കൈവന്നത് ഖദീജയില. അയാളുടെ സഹോദരന്മാർക്കൊന്നും പോയിട്ടില്ല, സഹോദരിമാർക്കും പോയിട്ടില്ല, അവരുടെ മക്കൾക്കും പോയിട്ടില്ല. മുഴുവൻ സമ്പത്തും ഖദീജയുടെ കയ്യിലാണ് വന്നത്. പിന്നീടാണ് നബി ഇങ്ങനെ ആക്കി മാറ്റിയത്. കാരണം ഇതൊക്കെ ആയിരിക്കും കാര്യം. അപ്പൊ മക്ക അതുപോലെയുള്ള ഒരുപാട് സ്ത്രീകൾക്ക്, തന്നെയുമല്ല അവരുടെ മൈസറത്ത് എന്ന് പറയുന്ന അടിമ സ്ത്രീ, അവരും സ്ത്രീയാണ്. അവരും സ്വതന്ത്രമായി ഖദീജയ്ക്ക് വിടുവേല ചെയ്യുന്ന ആളാണ്, ബിസിനസ്സുകാരിയാണ്. അപ്പോ
അങ്ങനെ മക്ക ഒരുപാട് ധീരന്മാരായ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾ, അതായത് ഈക്വാലിറ്റി ഉണ്ടായിരുന്നു അന്ന് ആ നാട്ടിൽ. അന്ന് ഇസ്ലാം എന്ന് പറയുന്ന മുഹമ്മദ് ഉൽപ്പാദിപ്പിച്ച ഒരു ഭ്രാന്തൻ നിലപാടുകളും ഈ കാടത്തരം പിടിച്ച മതവും ഒന്നും അന്നില്ലായിരുന്നു. അന്ന് മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സ്ത്രീകൾക്ക് മക്കയിലുള്ളതുപോലെ തന്നെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അനുവദിക്കാത്ത നാടുകളുമുണ്ട് കേട്ടോ. എന്നാലും ഇന്നത്തെ അഫ്ഗാൻ പോലെ അധപ്പതിച്ചിരുന്നില്ല അന്നും. അങ്ങനെ ഖദീജ അവിടുത്തെ ഏറ്റവും ദരിദ്രവാസിയായിട്ടുള്ള ഒരു പയ്യനെ പ്രേമിച്ചു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഇയാളെ കിട്ടി. അപ്പൊ ഇയാൾക്ക് ബിസിനസ് ശരി, പിന്നെ ഇങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോ അങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ചാടും. അതാണ് ഖദീജയും വിചാരിച്ചത്. പിന്നെ ഒരാളും വേണം, ഒരു യുവാവാണ്, സ്വാഭാവികമാണ്. ഇവരാണെങ്കിൽ അതീവ സുന്ദരിയായ സ്ത്രീയാണ്. അപ്പൊ അങ്ങനെ അവർക്ക് മോഹം ഉദിച്ചു. ശരി എന്നാ ഓക്കെ, ജോലിക്ക് വെച്ചു, വിശ്വസിക്കാവുന്ന ഒരുത്തരാണ്, കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ അവര് മൂന്നാമത്തെ ഭർത്താവായി. സ്വയംവരം നടത്ത കുടുംബത്തിൽ ആരും സമ്മതിച്ചിട്ടില്ല. ഇവര് തന്നെ, കാരണം ഇവർക്ക് പ്രതാപമുണ്ട്, ഇവർക്ക് ആഢ്യത്വമുണ്ട്, ഇവര് ഫിനാൻഷ്യലി ഫ്രീഡം നേടിയ സ്ത്രീയാണ്. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നത് പോലെ അന്ന് അവര് സ്വയം പര്യാപ്തത വരിച്ച ഒരു സ്ത്രീയാണ്. അപ്പൊ അത്രയും പ്രതാപമുള്ള അതീവ സുന്ദരിയായ സൗന്ദര്യത്തിൽ വീണു പോകുന്ന ആളാണ് ഇദ്ദേഹം എന്ന് 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 52-ൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്ത്രീ എന്നെ കെട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? വൈദ്യൻ കൽപ്പിച്ചതും അല്ലെ ദൈവം ഇച്ഛിച്ചതും പാല് എന്ന് പറയണത് പോലെ ശരി, രണ്ടും ഒന്ന് തന്നെ, ഓക്കെ. അങ്ങനെ ഇദ്ദേഹത്തിന് അടിച്ച ലോട്ടറി എടുത്താൽ എങ്ങനെ ഇരിക്കും? മറ്റത് ഭാഗ്യപരീക്ഷണമാണ്, അടിക്കുമോ ഇല്ലെന്ന് അറിയില്ല. അങ്ങനെ ശരി, എന്തായിരുന്നാലും ഖദീജ ഇദ്ദേഹത്തോട് ആത്മാർത്ഥത കാണിച്ചത് കൊണ്ടാണോ എന്തായിരുന്നാലും ശരി, സിറിയയിലേക്കൊക്കെ കച്ചവടത്തിന് പോകാൻ, ഷാമിലേക്ക് ഒക്കെ കച്ചവടത്തിന് പോകാൻ വേണ്ടിയിട്ട് കക്ഷിയെ തന്നെ ഇദ്ദേഹം തെരഞ്ഞെടുത്തു. ഇനിയും ഇദ്ദേഹം ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, ആരും പ്രസവിച്ചിട്ടില്ല. ആകെ ഖദീജ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. പോട്ടെ, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ എവിടെ ആര് പ്രസവിച്ചാലും അത് എന്റെ മക്കളാണ് എന്ന് പറയുന്നത് പോലെ വേറെ ഒരു ഭാര്യമാരും പ്രസവിച്ചിട്ടില്ല. ഇനിയിപ്പോ ഖദീജയ്ക്ക് ഇദ്ദേഹത്തിലുള്ള കുട്ടികളാണോ എന്നും അറിയില്ല കേട്ടോ. ഫാത്തിമ, അതാണ് നമ്മൾ പരിശോധിക്കണം. കാരണം ആയിഷയുടെ ഒക്കെ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതെല്ലാം ഒരു പൂവ് തറയിലിട്ട് ചവിട്ടി അരയ്ക്കുന്നത് പോലെ അരച്ചു കളഞ്ഞു. അതിനൊന്നും ഇവർക്ക് ഒരു വിഷമവും ഇല്ല. ബാല്യകാലം ഒന്ന് ആലോചിച്ച് നോക്ക. കുട്ടികള് മണ്ണും ചിരട്ടയും വെച്ച് കളിക്കേണ്ട പ്രായത്തിലുള്ള മക്കള്, ആ പാവ വെച്ച് ആ കുഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് കളിക്കുക. അത് കണ്ടിട്ട് 53-കാരൻ ഇവിടെ ഇരുന്ന് 54-കാരൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുവാണ്. പോട്ടെ. അപ്പോ ഖദീജ ഉള്ള സമയത്ത്, അതായത് ഖദീജയുടെ അമ്മാവന്മാരൊക്കെ മക്കയിലെ പ്രബല പ്രമാണിമാരാ. മിണ്ടിയാൽ തിരുവായ്ക്ക് എതിർവാ പറഞ്ഞാൽ തല വെട്ടിയെടുത്ത് താലത്തിൽ വെച്ചിട്ട് ഘോഷയാത്ര നടത്തുന്ന ടീമോ ഇവര്, ഈ ഹുവൈലിദിന്റെ ടീമുകളൊക്കെ. ആ സമയത്ത് പടച്ചോനൊരു വഹി ഇറക്കിയിട്ടില്ല. മമതേ മറ്റവളെ കൂടെ ഒന്ന് കെട്ടിക്കൊടാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ബാലുവണ്ണന്റെ അടുത്ത് ഇബ്രാഹിക്ക വന്നതുപോലെ കെട്ടോടാന്ന് ചോദിച്ചിട്ട് ജിബിരിയിൽ വന്നിട്ടില്ല. അപ്പോ ഖദീജയെയും പേടിയായിരുന്നു, ഖദീജയുടെ ആൾക്കാരെയും പേടിയായിരുന്നു. നബിക്കും പേടിയാണ്, ജിബിരിലിനും പേടിയാണ്, പടച്ചോനും പേടിയാണ്. ആ സമയത്ത് ഖദീജ 10 വർഷത്തോളം നബിയോടൊപ്പം ജീവിച്ചു. ആ 10 വർഷവും നബി പിന്നെ കെട്ടുന്നതിനെ കുറിച്ച് പോയിട്ട് അടിമകളെ ഒന്ന് നോക്കി ആസ്വദിക്കുന്നതിന് പോലും കക്ഷി തയ്യാറായിട്ടില്ല. പിന്നീട് സീരിയലാ, തുരുതുരേ കെട്ടല. പിന്നീട് കക്ഷി വിചാരിച്ചു കെട്ടുന്നത് ഒരു ബാധ്യതയാണ്, അടിമകളാക്കിയേക്കാം. അങ്ങനെ മലക്കത്ത് അയ്മാനിക്കും, വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ. ഞാനിപ്പോ ഒരു പേന ആരിഫ് ഡോക്ടറിന് ദാനം തരുന്നു, ഇത് എന്റേതല്ലേ? പിന്നീട് അല്ല, ഇത് ആരിഫ് ഡോക്ടറിന്റെ, കാരണം ഞാൻ തന്നു കഴിഞ്ഞു. പിന്നീട് ഇത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ശരീരം ദാനം വാങ്ങിച്ചങ്ങ് സ്വന്തമാക്കി തളച്ചിട്ടു. അപ്പൊ ഇവർക്ക് വല്ലപ്പോഴും ഒരിക്കൽ കിട്ടുന്നത്, കുഫൈത്തൊക്കെ കഴിച്ച ആളല്ലേ, വല്ലപ്പോഴും ഒരിക്കൽ മരുന്ന് പോലെ അതെങ്കിൽ അത് അങ്ങനെ പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയതാ. വല്ലപ്പോഴും ആണെങ്കിലും സാരമില്ല എന്ന് വെച്ച കക്ഷി. ഒരു വൈവിധ്യം മനുഷ്യന്റെ ഒരു ചോദനയല്ലേ, വൈവിധ്യത്തിന് വേണ്ടി പോയി അവരത് സ്വീകരിക്കുകയും ചെയ്തു. എന്തായിരുന്നാലും ശരി, പ്രവാചകനിൽ ഖദീജ പ്രസവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയുന്നതില് നമുക്കിനിയും പരിശോധിക്കേണ്ടിയിരിക്കും. ഗ്രന്ഥങ്ങൾ വെച്ച് തന്നെ പരിശോധിക്കണം. അതിന്റെ പറ്റിയ ഗ്രന്ഥങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്, നോക്കണം. ഇനിയും ഇവരെ എന്തുകൊണ്ടാണ് മറ്റാരും കെട്ടരുത് എന്ന് പഠിച്ചോ പറഞ്ഞത്? ഇവര് ത്യാഗത്തിനു വേണ്ടി, ഖദീജയ്ക്ക് 40 വയസ്സുള്ള സ്ത്രീയെയാണ് പ്രവാചകൻ വിവാഹം കഴിച്ചത് എന്ന് പറയും. ഈ മാലിക് സലഫി എന്ന് പറഞ്ഞിട്ടൊരു മുജാഹിദ് പണ്ഡിതനുണ്ട്. പലപ്പോഴും പലതും വിളിച്ചു പറഞ്ഞിട്ട് നമ്പർ 1 അബദ്ധത്തിൽ ചാടിപ്പോവും കക്ഷി. അങ്ങ് വിളിച്ച് പറഞ്ഞും പോകും. ഒരു വൈകാരികതയ്ക്ക്
പലപ്പോഴും മറ്റവന്മാരെടുത്തിട്ട് കിണ്ടുകയും ചെയ്യും. അതുപോലെ അദ്ദേഹം പറഞ്ഞ് പണി കിട്ടിയ ഒരു സാധനമാണ് ഖദീജയുടെ വിവാഹ